ഇന്ന് നമുക്ക് ഫൈലം പോറിഫെറയെക്കുറിച്ച് നോക്കാം. ഫൈലം പോറിഫെറ എന്ന് പറയുമ്പോൾ ആനിമൽ കിങ്ഡം ആനിമേലിയയിൽ വരുന്ന രണ്ട് ബ്രാഞ്ചസാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ബ്രാഞ്ചസാണ്, മീസോസോവയും മെറ്റാസോവയും. അതിൽ തന്നെ ഈ മെറ്റാസോവ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലുള്ള രണ്ട് ഡിവിഷൻസാണ് പാരാസോവയും യൂമെറ്റാസോവ എന്ന് പറഞ്ഞ രണ്ട് ഡിവിഷൻസ്. ഇതിൽ തന്നെ പാരാസോവയിൽ വരുന്ന രണ്ട് ഫൈലമാണ് പോറിഫെറയും പ്ലാക്കോസോവ എന്ന് പറഞ്ഞാൽ. അതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ഫൈലം പോറിഫെറ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ കിങ്ഡം ആനിമേലിയ, സബ് കിങ്ഡം പാരാസോവ, ഫൈലം പോറിഫെറ. ഇനി ഈ ഫൈലം പോറിഫെറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനെ തന്നെ 3 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് കാൽക്കേറിയ. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ല്യൂക്കോസൊളേനിയ എന്ന് പറയും. അതുപോലെ രണ്ടാമത്താണ് ഡിമോസ്പോഞ്ചിയെ. അതിൻ്റെ എക്സാമ്പിൾ ഒരെണ്ണം സ്പോഞ്ചില്ല. മൂന്നാമത്തത് ഹെക്സാക്റ്റിനെല്ലിഡ. അതിന് ഒരു എക്സാമ്പിളാണ് യൂപ്ലക്റ്റെല്ല. അപ്പം നിങ്ങൾ ഓരോ ക്ലാസ്സിനും ഓരോ എക്സാമ്പിൾ അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടും പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ ഫൈലം പോറിഫെറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫൈലം പോറിഫെറ ഇൻക്ലൂഡ്സ് ആനിമൽസ് ലൈക്ക് പോർ ബെയറേഴ്സ്. അതായത് ചില പോഴ്സ് ഉണ്ടാവും അതിൻ്റെ ബോഡിയിൽ, അതുകൊണ്ടാണ് പോർ ബെയറേഴ്സ് എന്ന് അതിനെ പറയണത്. അപ്പോൾ അത് തന്നെയാണെങ്കിൽ റേഡിയലി സിമെട്രിക്കലാകാം, അല്ലെങ്കിൽ ഏസിമെട്രിക്കലാവാം. മെറ്റാസോവൻസ് ആണ്. അവിടെ എപ്പോഴും അവർക്കുള്ള ഒരു സാലിയൻ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ. പിന്നെ എന്താണ് ഇതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. പിന്നെ അതിന് പറയുകയാണെങ്കിൽ പോറസ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബോഡിയിൽ എപ്പോഴും പെർഫറേഷൻസ്, അതായത് പോഴ്സ് ഉണ്ട്. ആ പോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഓസ്റ്റിയ. ആ ഓസ്റ്റിയയിൽ കൂടിയാണ് വെള്ളം ഇതിൻ്റെ ബോഡിയിലോട്ട് വാട്ടർ കയറുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറാണ് ഓസ്റ്റിയ. പിന്നെ അതിൻ്റെ ബോഡിയിൽ പോഴ്സ് ഉള്ളത് ഒരു ജനറൽ ക്യാരക്ടറാണ്, അതാണ് പോറസ് ബോഡി എന്ന് പറഞ്ഞാൽ. പിന്നെ അതിനാണെങ്കിൽ കനാൽ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഇൻറ്റേർണലായിട്ടൊരു കനാൽ സിസ്റ്റം ഉണ്ട്. അതെന്തെന്ന് വെച്ചാൽ സർക്കുലേഷൻ ഓഫ് വാട്ടർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് ഓക്സിജൻ. ഫുഡും ഓക്സിജനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അത് ആ ഇതിൽ കൂടിയുള്ള സർക്കുലേഷൻ വഴിയാണ്, വാട്ടറിലുള്ള സർക്കുലേഷൻ. അതിലുള്ള ഒരു സിസ്റ്റമാണ് ഇൻറ്റേർണൽ കനാൽ സിസ്റ്റം. പിന്നെ ഇതിൻ്റെ വേറൊരു ക്യാരക്ടറാണ് പ്രസൻസ് ഓഫ് സ്പോഞ്ചോസീൽ. സ്പോഞ്ചോസീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാവിറ്റിയാണ് സ്പോഞ്ചോസീൽ. അതായത് ഈ ബോഡിയുടെ ഈ സ്പോഞ്ചിൻ്റെ, അതായത് ഈ ഒരു പോറിഫെറൻസ് ബോഡി ഉണ്ടല്ലോ, ആ ബോഡിയിൽ ഒരു ക്യാവിറ്റി ഉണ്ട്, സെൻട്രൽ ക്യാവിറ്റി. അതിന് പറയുന്ന പേരാണ് സ്പോഞ്ചോസിൽ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ബോഡിയിൽ പോഴ്സ് ഉണ്ടെന്ന്, അതിനെയാണ് നമ്മൾ ഓസ്റ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഓസ്റ്റി എല്ലാം കൂടെ പുറത്തുനിന്ന് ഇത് അകത്തേക്ക്, അതായത് ഇൻറ്റേർണൽ സൈഡിലോട്ട് ഒരു ക്യാവിറ്റിയിലോട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ സ്പോഞ്ചോസീലിന് ഇതുപോലെ തന്നെ പുറത്തേക്ക് കളയുന്നത് ഓപ്പൺസ് ഔട്ട് ബൈ ലാർജ് ഓപ്പണിങ്, അത് ലാർജ് പാസേജ്, അതിനെ പറയുന്ന പേരാണ് ഓസ്കുലം. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്കുലം എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള ജനറൽ ക്യാരക്ടറാണ് പ്രസൻസ് ഓഫ് കൊയാനോസൈറ്റ്സ്. അതായത് ഈ സ്പോഞ്ചോസീൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ക്യാവിറ്റിയെ ലൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ലെയറുണ്ട്, അതിനാണ് കൊയാനോഡേം എന്ന് പറയും. അതിൽ കാണുന്ന സെൽസിനെയാണ് കൊയാനോസൈറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. പിന്നെ തന്നെ ഇതിൻ്റെ ബോഡിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സ്പിക്യൂൾസ് ഉണ്ട്. സ്പിക്യൂൾസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ വേറൊരു ക്യാരക്ടേഴ്സ്, അതിനെ ഹൈ പവേഴ്സ് ഓഫ് റീജനറേഷൻ. ഒരു പാർട്ട് മുറിഞ്ഞു പോയാൽ അതിനെ റീജനറേറ്റ് ചെയ്ത് വന്നുകൊള്ളും. പിന്നെ അതിൻ്റെ റീപ്രൊഡക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് എസെക്ഷലും ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷനും ഈ പോറിഫെറൻ ഗ്രൂപ്പിൽ, അതായത് സ്പോഞ്ചസിൽ നടക്കുന്നുണ്ട്. അതിന് എസെക്ഷൽ റീപ്രൊഡക്ഷൻ എപ്പോഴും ഫ്രാഗ്മെൻറ്റേഷൻ, ബഡ്ഡിങ് എന്നൊക്കെ പറഞ്ഞ പ്രോസസ്സ് വഴിയാണ് ഉണ്ടാകുന്നത്. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടന്നിട്ട് അതിനൊരു ലാർവ ഉണ്ടാകാറുണ്ട്, ലാർവൽ ഫോംസും ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ലാർവൽ ഫോംസ് പാരൻ കൈമുല എന്ന് പറഞ്ഞതുകൊണ്ട് ആംഫി ബ്ലാസ്റ്റുല. ഈ രണ്ട് ടൈപ്പ് ഫ്രീ സ്വിമ്മിങ് ലാർവൽ ഫോംസ് ഇതിൻ്റെ ലൈഫ് സ്റ്റേജസിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ പോറിഫെറൻസിൻ്റെ എക്സാമ്പിൾ, അതായത് കുറേ ല്യൂക്കോസൊളേനിയ ഉണ്ട്, സ്പോഞ്ചിയ ഉണ്ട്, യൂപ്ലക്റ്റെല്ല ഉണ്ട്, ല്യൂക്കോസൊളേനിയ ഉണ്ട്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള കാൽക്കേറിയയുടെ ഒരു എക്സാമ്പിൾ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ക്ലാസ് 1 നമ്മൾ പറഞ്ഞു 3 ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു ഇതിൽ. അതായത് ക്ലാസ് കാൽക്കേറിയ,
ഡെമോസ്പോഞ്ചിയ, ഹെക്സാക്റ്റിനെല്ലിഡ. അതിൽ തന്നെ ആദ്യത്തെ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളതാണ് ക്ലാസ് കാൽക്കേറിയ എന്ന് പറഞ്ഞ ക്ലാസ്. ഓക്കെ, അതെടുക്കുകയാണെങ്കിൽ കാൽക്കേറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ പ്രിമിറ്റീവ് ഫോംസ്. സ്പോഞ്ചിലെ ഏറ്റവും പ്രിമിറ്റീവ് ടൈപ്പാണിത്. അത് തന്നെ ഇത് ആഴം കുറഞ്ഞ ഭാഗത്ത് കോസ്റ്റൽ വാട്ടേഴ്സിലൊക്കെ സീയുടെ ഭാഗത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇതെന്ന് വെച്ചാൽ ചെറിയ സൈസാണ്. ഇതൊന്നല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ട് കാണും, അല്ലെങ്കിൽ കോളനി ആയിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ട്രിക്കലാണ്, അതായത് ഒരു വെയ്സ് ലൈക്കാണ്, സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. പിന്നെ ഇതിന് സ്പിക്യൂൾസ് ഉണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ഈ സ്പിക്യൂൾസ് 1 റേ ഉള്ളതുണ്ട്, 2 റേ ഉള്ളതുണ്ട്, 3 റേ ഉള്ളതുണ്ട്, അതുപോലെ തന്നെ 4 റേസും, അങ്ങനെ ടെട്രാസോണിക് എന്നൊക്കെ പറഞ്ഞാൽ പല തരത്തിലുള്ള സ്പിക്യൂൾസ് ഉണ്ട്. പിന്നെ പറഞ്ഞാൽ ഓസ്കുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിസിൽസ് കൊണ്ട് ആ സൈഡിൽ ബ്രിസിൽസ് ഉണ്ടാവും. പിന്നെ കൊയാനോസൈഡ്സ് ഇതിൻ്റെ ലാർജ് ആയിരിക്കും. കൊയാനോസൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊയാനോഡേം, ഇന്നർ എൻഡോഡെർമസിൽ കാണുന്ന സെൽസാണ്. അതിന് ആ ഡേമിന് പറയുന്നതാണ് കൊയാനോഡേം. അതിൽ കാണുന്ന സെൽസാണ് കൊയാനോസൈഡ്സ്. ഇതിന് എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളത് ല്യൂക്കോസൊളേനിയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട സ്പിക്യൂൾസാണ്. പറഞ്ഞല്ലോ സ്പിക്യൂൾസ് ഉണ്ടെന്ന്. മോണാക്സോൺ ഒരെണ്ണമുള്ളത്, ട്രൈ ആക്റ്റിൻ, അതായത് ട്രയാക്സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 റേസ് ഉണ്ട്. അവൾ ടെട്ര എന്ന് പറഞ്ഞാൽ 4 റേസ് ഉള്ള സ്പിക്യൂൾസ് പല തരത്തിലുണ്ടെന്ന് പറഞ്ഞു. അതാണ് ആ കാണുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ബോഡിയിൽ പോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനാണ് ഓസ്റ്റിയ എന്ന് പറഞ്ഞത്. ഈ ഓസ്റ്റിയയിൽ കൂടിയാണ് വാട്ടർ അകത്തേക്ക് കയറുന്നത്. എന്നിട്ട് അത് ലാർജ് ഓപ്പണിങ്, ഈ ട്യൂബിനുള്ള ലാർജ് ഔട്ട്ലെറ്റ്, അതായത് പുറത്തേക്ക് പോകുന്നത് ഓസ്കുലം വഴിയാണ്. ആ ലാർജ് ഓപ്പണിംഗ് ആണ് ഓസ്കുലം. പിന്നെ ഉള്ളിലുള്ള ഈ സെൻട്രൽ ക്യാവിറ്റീനെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതാണ് സ്പോഞ്ചോസീൽ. പിന്നെ ഇതിൻ്റെ സെല്ലെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബോഡി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ടർ സർഫേസിൽ ഔട്ടർ ലെയറാണ് പിനാക്കോസൈറ്റ് എന്ന് പറയും. അത് പിനാക്കോഡേം, അത് പിനാക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞ സെൽസാണുള്ളത്. ഇന്നർ അതായത് ഔട്ടർ പിനാക്കോഡേമും ഇന്നർ കൊയാനോഡേം എന്ന് പറയും, അതായത് ഇന്നർ എൻഡോഡെർമിസ്, ഇത് എപ്പിഡെർമിസ്. ഓക്കെ, ഇതാണ് കൊയാനോസൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ. അതായത് കൊയാനോഡേമിലുള്ള ഒരു ഫ്ലാജല്ലേറ്റഡ് സെൽസാണ്. ഇതിനൊരു ഫ്ലാജല്ല ഉണ്ട്. ഈ ഫ്ലാജല്ലിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് വാട്ടർ പോഴ്സിൽ കൂടി ബോഡിയുടെ അകത്തേക്ക് കയറുന്നത്. ഓക്കെ, പിന്നെ പലതരത്തിലുള്ള അമീബോസൈറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞ വാട്ടർ ഓസ്റ്റിയയിൽ കൂടി അകത്തേക്ക് കയറും. സെൻട്രൽ ക്യാവിറ്റിയാണ്, അത് സ്പോഞ്ചോസിയിൽ കൂടി വന്നിട്ട് അതിൻ്റെ വലിയൊരു ഓപ്പണിംഗ് ഉള്ളത് ഓസ്കുലം വഴി പുറത്തേക്ക് പോകുന്നു. ഇതാണ് ല്യൂക്കോസൊളേനി എന്ന് പറഞ്ഞ എക്സാമ്പിൾ. അത് കൊളോണിയൽ ഫോമാണിത്, കോളനി ആയിട്ടാണ് അത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ല്യൂക്കോസൊളേനി എന്ന് പറഞ്ഞാൽ അതാണ് പിക്ചർ കണ്ടത്. അത് ഒരു സെഡൻറ്ററി ഫോം, അത് എവിടെയെങ്കിലും പോകുന്നില്ല, ഇങ്ങനെ സെഡൻറ്ററി ആണത്. അതൊരു കോളനി ടൈപ്പാണ് കാണുന്നത്. കൊളോണിയലായിട്ടുള്ള കാണുന്ന മെറൈൻ സ്പോഞ്ചാണ്. അതെപ്പോഴും ഷാലോ റോക്കി ഷോറിലാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ കോളനി സിമ്പിളാവാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോളനി ഫോം ചെയ്ത് ബ്രാഞ്ചിങ് ട്യൂബ്യൂൾസ് ഉണ്ടാവാം. ഇതുപോലെ കണ്ടില്ലേ, ഒന്നിൽ ഹൊറിസോണ്ടൽ ഇവിടെ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്, അതിനോട് അഡ്ഹസീവ് ഡിസ്ക് കൊണ്ട് ഇതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇതിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെയുള്ളത് ഈ കോളനിയിൽ തന്നെ വെയ്സ് ഷേപ്പാണെന്ന് പറയാം. അതായത് ഫ്ലവർ വെയ്സൊക്കെ പോലെ വെർട്ടിക്കൽ ട്യൂബ്സാണ് കാണുന്നത്. അത് എപ്പോഴും ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള സബ്സ്ട്രേറ്റ് ഉണ്ടാവും, അതിൽ നിന്നാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിലൊരു അഡ്ഹസീവ് ഡിസ്ക് ഉണ്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്. ഓരോ വെർട്ടിക്കൽ ട്യൂബിലാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൻട്രൽ ക്യാവിറ്റി ഉണ്ട്, അതാണ് സ്പോഞ്ചോസിൽ. പിന്നെ ആ ഇതിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ലാർജ് ഓപ്പണിംഗ് ആണ് ഓസ്കുലം. ഓക്കെ, ഈ ട്യൂബിൽ തന്നെ ഒത്തിരി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓസ്റ്റിയ ഉണ്ട് അതിൻ്റെ സർഫസിൽ. ഈ ഓസ്റ്റിയയിൽ കൂടി ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്പോഞ്ചോസീലിലോട്ടാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ബോഡി വോളാണെങ്കിൽ ഔട്ടർ എപ്പിഡെർമിസ് ഉണ്ട്, അതിനെ പറയുന്ന പേര് പിനാക്കോഡേം. ഇന്നർ എൻഡോഡെർമിസിനെ പറയുന്ന പേര് കൊയാനോഡേം. ഇവിടെയൊക്കെ പിക്ചറിൽ കാണാൻ പറ്റും. ഈ 2 ലെയേഴ്സിൻ്റെ ഇടയ്ക്കുള്ളൊരു മിഡിൽ ലെയർ ഉണ്ട്, അതിനെയാണ് മീസോഗ്ലിയ എന്ന് പറയും. അല്ലെങ്കിൽ ഇതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ, മീസോഗ്ലിയ അല്ലെങ്കിൽ മീസെൻകൈം. ഓക്കെ, ദെൻ ഈ നമ്മൾ പറഞ്ഞു ഈ കൊയാനോഡേമിൽ കൊയാനോസൈറ്റ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ ഫ്ലാജല്ലേറ്റഡ് സെല്ലാണത്. അതിൽ ഫ്ലാജല്ല ഉണ്ട്. അപ്പോൾ ആ ഫ്ലാജല്ലയുടെ ബീറ്റിംഗ് കൊണ്ടായിട്ടാണ് ഈ വാട്ടർ കറൻസ് ഇങ്ങനെ കയറി വരുന്നത്, അതിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട്.
പിന്നെ പറയുകയാണെങ്കിൽ ഇതിന് ലോക്കോമോട്ടറി പവേഴ്സ് ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഫിക്സ്ഡ്. അത് അഡ്ഹസീവ് ഡിസ്ക് കൊണ്ട് ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ലോക്കോമോട്ടറി പവർ ഇല്ല. പിന്നെ ഫീഡിങ് ആണെങ്കിൽ ഫീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യണ, ഫീഡിങ്ങിനും റെസ്പിറേഷനൊക്കെ ഉള്ളതാണ് ഇൻറ്റേർണൽ കനാൽ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം. അത് ഇതിൻ്റെ കേസിൽ ആസ്കണോയിഡ് ടൈപ്പാണ്. ഡീറ്റെയിൽഡായിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ ഫുഡാണെങ്കിൽ പ്ലാങ്ക്ടൺസ് ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഹെർമാഫ്രോഡൈറ്റാന്ന് പറയാം, പക്ഷേ ഗൊണാഡ്സ് ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ റീപ്രൊഡക്ഷൻ എസെക്ഷുവലായിട്ട് നടക്കും, സെക്ഷുവലായിട്ട് നടക്കും. എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബഡ്ഡിങ്. പിന്നെ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ ഗ്രേറ്റ് പവേഴ്സ് ഓഫ് റീജനറേഷൻ ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബാക്കി. കനാൽ സിസ്റ്റത്തിൽ ഡീറ്റെയിൽഡായിട്ട് എടുക്കുമ്പോൾ ഈ ആസ്കനോട്ട്, ലൂക്കോസ് ഉള്ളതിൽ കാണുന്ന ആസ്കനോട്ട് ടൈപ്പ് കനാൽ സിസ്റ്റത്തിനെ കുറിച്ച് പിന്നീട് പറയാം.